മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ രക്ഷാദൌത്യം പ്രതിസന്ധിയിൽ. വള്ളം മറിഞ്ഞ് 14 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ തെരച്ചിൽ തുടങ്ങാനായിട്ടില്ല. നേവിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞത്ത് നിന്നുള്ള കപ്പലും എത്താൻ വൈകും. രക്ഷാപ്രവർത്തനം വൈകിയതിൽ നാട്ടുകാർ പ്രതിഷേധം തുടരുകയാണ്. മണ്ണെണ്ണ കുപ്പിയുമായി എത്തിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാണാത്തതിൽ ഉള്ള അവരുടെ ഒരു പ്രതികരണമാണ് സ്വാഭാവികമായിട്ടും വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം വൈകുന്നത് എന്നാണ് ഈ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. ഈ മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ കടൽ ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുന്നതും ആണോ കാരണം? ഇനി രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ ഏതു രീതിയിലാണ് അവിടെ നടക്കുന്നത്? സ്വാതി, രക്ഷാപ്രവർത്തനം വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മോശം കാലാവസ്ഥ, കടൽ പ്രക്ഷുബ്ധമായത് തന്നെയാണ് അതിന് കാരണം. വിഴിഞ്ഞത്തു നിന്നും വരുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് കപ്പലിന് വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ നേവിക്ക് മോശം കാലാവസ്ഥയെ തുടർന്ന് ഫ്ലൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇത്തരത്തിൽ നമ്മൾ ഈ തിരച്ചിലിനായി സർക്കാർ കണ്ടുപിടിച്ച 2 മാർഗങ്ങളും ഫലപ്രദമാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏകദേശം 14 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. ഈ കുടുംബം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടെ ഉണ്ട്. ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് ഇന്നലെ വൈകുന്നേരം മുതൽ കുടുംബവും നാട്ടുകാരും ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിരോധം തുടങ്ങിയിട്ട് ഇന്ന് രാവിലെയും ചർച്ചകളും എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുക എന്നതടക്കം പറയുന്നുണ്ട്. ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെ തന്നെ വള്ളം മറിഞ്ഞ് കല്ലിൽ പിടിച്ച് കയറിക്കൊണ്ട് മറ്റ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ അവർ വന്ന് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പെട്ടിട്ടുണ്ടെന്ന്. എന്നാൽ യാതൊരു തരത്തിലുമുള്ള നടപടിയും കോസ്റ്റൽ പോലീസിൽ നിന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ആരോപിക്കുന്നത്. കൂടാതെ കൂരിരുട്ടായിരുന്നു. അവിടെ ഒരു വെളിച്ചം പോലും, പുഴയിലെ ആ ഒരു ഭാഗത്ത് ഒരു വെളിച്ചം പോലും സജ്ജീകരിക്കാൻ ഈ കോസ്റ്റൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ ഇവർ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല, മോശം കാലാവസ്ഥയാണ്, സാഹചര്യം വളരെ മോശമാണ്, അതുകൊണ്ട് ഇറങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവർ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, എന്തിനാണ് കോസ്റ്റൽ ഗാർഡുകൾ എന്നാണ്. അല്പസമയം മുൻപ് ഇവിടെ മണ്ണെണ്ണ അടക്കം എടുത്തുകൊണ്ട് പ്രതിഷേധം ഉള്ള ഒരു സാഹചര്യമായിരുന്നു. വളരെ നേരമായി കാത്തിരിക്കുന്നു. തിരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നമ്മൾ ഇന്നലെ രാത്രി 9:30 മണിയിട്ട് നമ്മൾ 3 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെ ഒരു തെരച്ചിൽ നടന്നിട്ടില്ല. ഓരോന്നും പറയും, നമ്മൾ അതനുസരിച്ച് കേട്ടോണ്ടിരിക്കുന്നതേ ഉള്ളു. യാതൊരു തരത്തിലും ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇത് അവിടെ കിടക്കട്ടെ, ഇവർ ഫുഡ് കഴിച്ച് ഉല്ലസിക്കട്ടെ. രാവിലെ ബെറോട്ടയും ഇറച്ചി. അത്തരത്തിൽ വലിയ തരത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ, കടലിൽ കാണാതായതിന്റെ ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉള്ളത്. കൂടാതെ തന്നെ തിരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 2 പേർ കാണാതായിട്ട് ഇതുവരെ തിരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോശം കാലാവസ്ഥ ഇവിടെ മുന്നിലുണ്ട്. അതിൽ ഈ മോശം കാലാവസ്ഥയാണ്, കടലിൽ പോകരുത് എന്ന നിർദ്ദേശം നൽകിയതായിട്ടാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതാ ദൃശ്യങ്ങളിൽ തന്നെ സംഘർഷങ്ങൾ, ഇപ്പോഴും ഇവിടെ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് പറയുന്നത് ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത്, മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും പറയുന്നത് യാതൊരു വിധത്തിലുള്ള നിർദ്ദേശവും, മോശം കാലാവസ്ഥയാണ്, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പാടില്ല എന്ന നിർദ്ദേശം കോസ്റ്റൽ ഗാർഡുകളാണ്, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ലഭിക്കാറുള്ളത്. എന്നാൽ അത്തരത്തിലൊന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പാവപ്പെട്ടവരാണ്, തങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലേ എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ചേച്ചി, ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുകയാണ്, യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല? ഒന്നും നടന്നിട്ടില്ല. അവർ പല അഭിപ്രായങ്ങൾ പറയണല്ലാതെ വേറെ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയണല്ലാതെ അതിനൊരു നടപടി ഇവരെടുക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് പോയ കൊച്ചുങ്ങൾ രാത്രി
ഒരു 8 മണിയായപ്പോഴാണ് കര വന്ന കൊച്ചുങ്ങളാണ്. ഇതുവരേക്കും ഇന്ന് ഇത്രയും നേരമായി ഇതുവരേക്കും ഒരു അവർ എവിടെയാണെന്ന് അവർ കണ്ടുപിടിക്കുന്നതുമില്ല, അവരെവിടെ അന്വേഷിക്കുന്ന പോലും ഇല്ല. മറ്റുള്ളവർക്ക് ആൾക്കാർ വല്ലതും പറയുമ്പോൾ പറയും ഇപ്പം വരും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നല്ല പറയുന്നല്ലാതെ ഒരു നടപടി അവരിൽ നിന്ന് നടക്കുന്നതേ ഇല്ല. ശരി കടലിൽ ശരി പോകരുത് അങ്ങനെ എന്തെങ്കിലും സനിസ, മെസ്സേജ് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമാണ്. അതായത് ഈ പ്രതിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല, ആളുകളെ കാണാതായിട്ട് തെരച്ചിലൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പോലീസ് അവർ പറയുന്നത് നിർദ്ദേശം നൽകിയിരുന്നു കടലിൽ പോകരുതെന്ന്. ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്, ഈ തെരച്ചിൽ ദുഷ്കരമാണ് എന്നുള്ളതാണ്. അവിടുത്തെ സാഹചര്യം ആ രീതിയിലാണ്.